പ്രവേശിക്കട്ടെ. തിരുവത്താഴം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗത്തെ വിഷയം. പലപ്പോഴും നമുക്ക് തിരുവത്താഴ ശുശ്രൂഷ നടത്തുന്നതായിട്ടുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയുള്ളതായ ഭാഗം മിക്കവാറും പ്രസംഗിക്കുവാനായിട്ട് സാധാരണ കിട്ടാറില്ല. എന്നാൽ ഇന്ന് തിരുവത്താഴം എന്താണ്, എങ്ങനെയാണ് എന്ന് സാവകാശമായി കുറച്ച് സമയം ചിന്തിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെട്ട് ആ കർത്താവിൽ ആശ്രയിച്ച് ഏതാനും ചില സമയങ്ങൾ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എടുക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പ്രസംഗത്തിന് മുമ്പ് കർത്താവിൻ്റെ ഈ ഇരുപത്താഴ് ശുശ്രൂഷ എന്തുകൊണ്ട് നാം അനുഷ്ഠിക്കുന്നു, എന്തിനാണ് അനുഷ്ഠിക്കുന്നതെന്ന് ആമുഖമായി ഒന്ന് പറഞ്ഞിട്ട് പ്രസംഗത്തിൽ പ്രവേശിക്കാം എന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഒന്ന്, കർത്താവ് വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് രണ്ട് ചട്ടങ്ങൾ തൻ്റെ സഭയ്ക്ക് നൽകിയതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ഒന്ന് സ്നാനവും, രണ്ട് തിരുവത്താഴം. ഇത് രണ്ടും ബന്ധങ്ങളുണ്ട് എങ്കിലും കർത്താവിന്റെ മരണത്തെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് കർത്താവ് സ്ഥാപിച്ചതായിട്ടുള്ള രണ്ട് ശുശ്രൂഷയാണെങ്കിൽ തന്നെയും രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായ രീതി. ഒന്ന് ഒരിക്കൽ മാത്രമായിട്ട് അനുഷ്ഠിക്കേണ്ടതും അത് സ്നാനം. രണ്ട് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂടി വരുമ്പോഴൊക്കെയും അനുഷ്ഠിക്കുവാനുള്ളത്. കർത്താവിന്റെ മരണവുമായി കർത്താവിന്റെ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ശുശ്രൂഷയാണ് എന്ന് നാം ചിന്തിക്കുന്ന അതേ അവസരത്തിൽ തന്നെ അതിന്റെ പ്രത്യേകത, അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഒരിക്കൽ മാത്രം അനുഷ്ഠിക്കേണ്ടതും മറ്റേത് ജീവിതത്തിൽ ഉടനീളം അനുഷ്ഠിക്കേണ്ടതുമായിട്ടുള്ളതായ സംഗതിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ട് ദൈവജനം ഈ കർത്താവിന്റെ തിരുമേശയിൽ അടുത്ത് വരുന്ന ഓരോ സഭകൾക്ക് വിവിധ രീതിയിലുള്ള വാക്കുകളാണ്. കർത്താവിന്റെ തിരുമേശ, കർത്തൃമേശ, വിശുദ്ധ സംസർഗം, വിശുദ്ധ കുർബാന, ഇങ്ങനെ പല രീതിയിൽ അതിനെ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന എന്ന് നമ്മുടെ സഭയുടെ പ്രാരംഭകാലത്ത് നമ്മുടെ മാർത്തോമാ സഭയിൽ നിന്ന് മാറി മാജിലിക്കൽ സഭയിൽ വന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ വിശുദ്ധ കുർബാന എന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചുകൂടെ ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ ആ ദൈവവചനത്തോടുള്ള സ്നേഹം മൂത്തതായിട്ടുള്ള അവസരത്തിൽ നമ്മളത് തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ളതായ പേര് ഇട്ടു. അതുകൊണ്ട് തന്നെ അതിന്റെ സാങ്കത്യവും അതിന്റെ ഗൗരവവും അതിന്റെ സീരിയസ്നെസ്സും ഒക്കെ മനസ്സിലാക്കാത്ത രീതിയിൽ കാലാകാലങ്ങളിൽ അതിന് സമയം ചെലവഴിച്ചു എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതായിട്ടുള്ള സംഗതിയാണ്. ഞാൻ പറഞ്ഞത്, കർത്താവ് സ്ഥാപിച്ചതാണ് തിരുവത്താഴ ശുശ്രൂഷ. അതെപ്പോഴും കൂടി വരുമ്പോഴൊക്കെ അനുഷ്ഠിക്കാനായിട്ടുള്ളത്. പ്രാരംഭകാലത്ത് ആദിമസഭയിൽ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം അവർ കൂടി വരുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനും അപ്പം നുറുക്കുന്നതിനുമായിട്ടായിരുന്നുവെന്ന് പ്രവർത്തികളുടെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. രണ്ടാമതായി, ഇത് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്, ഒരാചാരമാണ്. അതായത് അപ്പവും വീഞ്ഞും ശരീരത്തെയും രക്തത്തെയും ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള സംഗതിയാണ്. ശരീരവും രക്തവും കർത്താവ് നമുക്കായി തകർക്കപ്പെട്ടതിൻ്റെയും നമുക്കായിട്ട് ഒഴിക്കപ്പെട്ടതിൻ്റെയും ഓർമ്മയ്ക്കായിട്ട് അത് നമുക്ക് നൽകപ്പെടുന്നു. അപ്പോ കർത്താവ് നുറുക്കിയതായിട്ടുള്ള തൻ്റെ സ്വന്തം ശരീരം അതൊരിക്കലായിട്ടാണ് നുറുക്കപ്പെട്ടത്. എന്നാൽ നാം എന്നും അത് ആചരിക്കുന്നത് വഴി കർത്താവിന്റെ ആ ശരീരമായിട്ടുള്ള സഭയോട് ഒന്നിച്ച് ചേർക്കപ്പെടുന്നതിൻ്റെതായിട്ടുള്ള ഒരു സിംബോളിക്കാണ് ഇത് എന്നുള്ളത് നാം ഓർക്കുക. മൂന്നാമതായി, ഇതൊരു സ്തോത്രാർപ്പണമാണ്. താങ്ക്സ് ഗിവിംഗ് സർവീസ്. ഇതൊരു നന്ദിയുടെയും സ്തോത്രത്തിൻ്റെതുമായിട്ടുള്ള ശുശ്രൂഷയാണ്. കാൽവറിയിൽ പരമയാഗമായി തീർന്നതായിട്ടുള്ള കർത്താവിനെ ഓർക്കുന്നതായിട്ടുള്ള സമയത്ത് കാൽവറിയിലെ ക്രൂശിൽ കൂടെ താൻ ഒഴുക്കിയതായിട്ടുള്ള രക്തം വഴി നമുക്ക് നേടിത്തന്നതായിട്ടുള്ള സ്വർഗീയമായിട്ടുള്ള രക്ഷ, നിത്യ ശാപത്തിലും നിത്യ പാപത്തിലും നിത്യമായ നരകത്തിലും ആകപ്പെടേണ്ടതായിട്ടുള്ള നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ മരണം കൊണ്ട്, ക്രൂശിലെ തന്റെ തകർക്കപ്പെടൽ കൊണ്ട്
നമ്മെ നിത്യതയ്ക്ക് അവകാശികളാക്കി തീർത്തതിന്റെ ഓർമ്മ ഉണ്ടാകുന്നതായിട്ടുള്ള സമയത്ത് നാം നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. അതാണ് ഓർമ്മ എന്ന സ്തോത്രാർപ്പണം അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമതായി ഇത് ഓർമ്മയുടെ ശുശ്രൂഷയാണ്. കർത്താവിന്റെ മരണത്തെ ഓർമ്മിക്കുന്നതിന് മാത്രമല്ല, നമ്മൾ സാധാരണ കർത്താവിന്റെ മരണത്തെ ഓർമ്മിക്കുന്നത് വർഷത്തിൽ ഒരിക്കൽ ഒന്നാണ്, അല്ലേ? 52 ആഴ്ചയുള്ളതിൽ 51 ആഴ്ചയിലും വരാതെ വെള്ളിയാഴ്ച ദിവസം രാവിലെ വന്നിരുന്ന ദേവേശ യേശു വരാന്നുള്ളതായ പാട്ടുപാടിയാൽ കർത്താവിന്റെ മരണത്തെയും കർത്താവിന്റെ ജീവിതത്തെയും ഓർക്കുവാനായിട്ട് സാധ്യമാണ്. കർത്താവിന്റെ മരണത്തെ ഓർമ്മിക്കുന്നതിന് മാത്രമല്ല ഈ ഓർമ്മയുടെ ശുശ്രൂഷ, അതായത് ഈ തിരുവത്താഴ ശുശ്രൂഷ. കർത്താവ് പെസഹ പെരുന്നാളിന്റെ ദിവസം താൻ ഈ തിരുവത്താഴ ശുശ്രൂഷ തന്റെ ജനത്തിന്, തന്റെ ശിഷ്യന്മാർക്ക് അനുഷ്ഠിച്ച് നൽകിയതായിട്ടുള്ള അവസരത്തിൽ കർത്താവ് അപ്പമെടുത്തു, വാഴ്ത്തി, നുറുക്കി തന്റെ ശിഷ്യന്മാർക്ക് നൽകി, പാനപാത്രവും നൽകിയിട്ട് എന്താ പറഞ്ഞേ? എന്റെ മരണത്തെ ഓർമ്മിക്കുന്നതിനാണ് ഇത് തരുന്നതാണ് പറഞ്ഞു. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് പറഞ്ഞത് എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യും. കർത്താവിനെ എപ്പോഴും ഓർക്കുന്നതിനുള്ളതായ ഒരു മനുഷ്യൻ എപ്പോഴും മറക്കുന്ന സ്വഭാവമുള്ളതായ ആളുകളാണ്. സ്ഥിരം കഴിക്കുന്ന മരുന്നുകൾ മറന്നുപോകും. അങ്ങനെ രാത്രിയിൽ ഞാൻ ധൃതിക്കിടയിൽ എൻ്റെ ഇൻസുലിൻ എടുത്തില്ല, ഇന്ന് രാവിലെ ഓർക്കുന്നത് ഇൻസുലിൻ എടുത്തില്ലല്ലോ. അപ്പൊ നമ്മൾ പലതും മറന്നു പോകുന്നതായിട്ടുള്ള ആളുകളാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോസഫ് കാരാഗൃഹത്തിൽ കിടന്നതായിട്ടുള്ള അവസരത്തിൽ കൂടെ കിടന്നതായിട്ടുള്ള പാനപാത്രവാഹകൻ യോസഫ് ഒരു കൃത്യം ചെയ്തത് വഴി അവൻ അവിടുന്ന് ഈ ജയിലിൽ നിന്ന്, കാരാഗൃഹത്തിൽ നിന്ന് പുറത്തു വരുന്നതായി കാണാൻ സാധിക്കും. അപ്പൊ പോകാൻ നേരം, ജയിലിൽ നിന്ന് ഇറങ്ങാൻ നേരം ഈ യോസഫിനോട്, ഈ പാനപാത്രവാഹകനോട് യോസഫ് പറഞ്ഞു, നീ ഇവിടുന്ന് വെളിയിൽ പോകുമ്പോൾ, നിനക്കൊരു നന്മയുണ്ടാകുമ്പോൾ, വീണ്ടും നീ ആ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എന്നെ ഒരിക്കലും നീ മറക്കരുത്. പക്ഷെ എന്ത് പറ്റി? യോസഫ് മറന്നു. അപ്പൊ മനുഷ്യർ മറക്കുന്നവരാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്ന സമയത്ത് അവിടെ ഒരു സംഭവമുണ്ട്. അതിന്റെ വ്യക്തമായിട്ടുള്ള വാക്യങ്ങൾ വായിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അവിടെ ഒരു രാജാവ് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. ഒരു ചെറിയൊരു രാജ്യത്തിന്മേൽ യുദ്ധം ചെയ്യാനായിട്ട് വന്നതായിട്ടുള്ള അവസരം അവിടെ ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടായി. അവിടെ വേദപുസ്തകം എങ്ങനെയാണ് വായിക്കുന്നത്? ആ ദരിദ്രനായിട്ടുള്ള പാവപ്പെട്ടതായിട്ടുള്ള മനുഷ്യൻ അയാളുടെ ജ്ഞാനം നിമിത്തം, അയാളുടെ ജ്ഞാനം കൊണ്ട് ഈ രാജ്യത്തെ രക്ഷിച്ചു എന്ന് വേദപുസ്തകം നമ്മെ ഓർക്കുന്നു. എന്നാൽ അതിന്റെ താഴെ ദുരന്തപൂർണമായിട്ടുള്ള വാക്യം എങ്ങനെയാണ് അവസാനിക്കുന്നത്? പക്ഷെ ആ പാവപ്പെട്ട മനുഷ്യനെ ആരും പിന്നെ ഓർത്തില്ല. അപ്പം കർത്താവിന് നല്ല വ്യക്തമായിട്ട് അറിയാം മനുഷ്യൻ മറന്നു പോകുമെന്നുള്ളത്. അതുകൊണ്ട് തന്റെ ഈ തിരുവത്താഴ ശുശ്രൂഷ താൻ സ്ഥാപിച്ചത് തന്നെ എന്നും ഓർക്കുന്നതിനായി, തന്റെ മരണത്തെ മാത്രമല്ല, തന്റെ ജീവിതത്തെ, തന്റെ ആളത്വത്തെ, തന്റെ അത്ഭുതങ്ങളെ, തന്നോടുകൂടെ നടക്കുന്നതിന്, തന്നോടുകൂടെ പ്രവർത്തിക്കുന്നതിന് താൻ തിരഞ്ഞെടുത്തതായിട്ടുള്ള ശിഷ്യന്മാരെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവൂരെയും ഈ ഭൂമിയിൽ ജീവിക്കുന്ന വിശ്വാസികളായ സർവ്വജനവും തന്നെ മറന്നു പോകാതിരിക്കുവാനായി, എന്നേക്ക് തന്നെ ഓർക്കുവാനായി സ്ഥാപിച്ചതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ഈ തിരുവത്താഴ ശുശ്രൂഷ നടക്കുന്ന ദിവസം ഈ ശുശ്രൂഷ നീണ്ടുപോകുമെന്ന് പറഞ്ഞ് ചിലരൊക്കെ പള്ളിയിൽ വരാത്തവരുണ്ട്. ഇപ്പോ ആളുകളായിട്ട് പറഞ്ഞ് ഏതായാലും ദൈവകൃപയാൽ 1-ാം ഞായറാഴ്ചയും 3-ാം ഞായറാഴ്ചയും തിരുവത്താഴ ശുശ്രൂഷയൊക്കെ നടക്കുന്നു. നമ്മളെ സംബന്ധിച്ച് തിരുവത്താഴ ശുശ്രൂഷ സ്വല്പം നീണ്ടുപോയാൽ, ഞാൻ സാധാരണ തിരുവത്താഴ ശുശ്രൂഷയുടെ ഇടയ്ക്കുള്ള ചൊല്ലുകളൊന്നും വിടുന്ന ആളല്ല, എല്ലാം ഞാൻ ചൊല്ലും. അതിന് പരാതിയുള്ളവരുണ്ട്. ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ മുഖം ചൊളിയുന്നതായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കിതൊക്കെ വളരെ ഒത്തിരി താമസിക്കുന്നുവെന്ന് വിചാരിച്ച് നമുക്ക് ഒരു ബോറിംഗാണ്. എന്നാൽ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ടിവിയുടെ മുമ്പിലും സിനിമയുടെ മുമ്പിലും സീരിയലിന്റെ മുമ്പിലും ഒക്കെ ഇരിക്കുവാൻ നമുക്ക് യാതൊരു മടിയും, അല്ലേ? തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് കൂടി വരുമ്പോഴൊക്കെ കർത്താവിനെ ആരാധിക്കുന്നതിനും മഹത്വപ്പെടുത്തുന്നതിനും ജീവിതം മുഴുവൻ കർത്താവിനെ ഓർക്കുന്നത്. അതുകൊണ്ട് മരണത്തെ ഓർമ്മിക്കുന്നതിനായിട്ടുള്ള സംഗതികൾ മാത്രമല്ല,
മരണത്തെ ഓർമ്മിക്കുന്നതിന് മാത്രം കർത്താവിനെ മുഴുവനായി ഓർക്കുന്നതിന് ഉള്ളതായ സംഗതിയാണ് തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ളത് നാം ഓർത്തുകൊള്ളുന്നത്. അതുകൊണ്ട് തിരുവത്താഴ ശുശ്രൂഷ എന്നെ സംബന്ധിച്ച് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് എനിക്കൊരു ആഘോഷമാണ്. ഏത് സമയത്തും എപ്പോഴും തിരുവത്താഴ ശുശ്രൂഷ. ഞാൻ കഴിഞ്ഞ മാസം ഫുള്ള് തിരുവത്താഴ ശുശ്രൂഷ നടത്തിയില്ല, വിശുദ്ധ കുർബാന നടത്തിയില്ല. എന്നെ സംബന്ധിച്ച് അത് വളരെ ഒരു ക്ഷീണമായോ ബലഹീനതയായോ ഒക്കെ എനിക്ക് തോന്നി. ഞാൻ വേറെ പല പള്ളികളിലായിരുന്നു കഴിഞ്ഞ ഒരു മാസം മുഴുവൻ. അപ്പോ നാം എപ്പോഴും ഓർക്കണം രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്. പിന്നെ നമുക്ക് തെറ്റിദ്ധാരണകൾ വന്നു പോകരുത്. രക്ഷിക്കപ്പെടാനുള്ള ഒരു ശുശ്രൂഷ അല്ല തിരുവത്താഴ ശുശ്രൂഷ. തിരുവത്താഴ ശുശ്രൂഷയിൽ കൂടെ രക്ഷയുണ്ട് എന്ന് ആരെങ്കിലും ഏതെങ്കിലും സഭ വിശ്വസിച്ചാൽ പഠിപ്പിച്ചാൽ അത് തെറ്റാണ്, ബിബ്ലിക്കലല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല. രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള ദൈവജനത്തിന് കർത്താവുമായിട്ടുള്ളതായ ബന്ധം പുതുക്കുന്നതിനും നിത്യതയുടെ അവകാശികളാണ് ഞാനും. കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായിട്ടുള്ള കർത്താവിനോടുകൂടെ ഞാനും വീണ്ടും ചേരുമെന്ന് ഭൂമിയെ ലോകത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഈ തിരുവത്താഴം എന്നുള്ളത് ഓർത്തുകൊള്ളുക. അതുകൊണ്ട് നാം വായിച്ചതായിട്ടുള്ള സ്ഥലത്തേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. 24 അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 29 30 വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. ഈ എമ്മൗസിലേക്ക് പോയതായിട്ടുള്ള 2 ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റവനായിട്ടുള്ള കർത്താവുമായിട്ട് നടത്തിയതായിട്ടുള്ള സംഭാഷണമാണ് ആ ഭാഗത്ത് നാം വായിച്ചത്. ദീർഘദൂരം കർത്താവുമായിട്ട് യാത്ര ചെയ്തെങ്കിലും, ദീർഘദൂരം കർത്താവുമായിട്ട് സഞ്ചരിച്ചെങ്കിലും കർത്താവ് കൂടെ നടക്കുന്നതായിട്ടുള്ളതായ ആള് ആരാണെന്ന് മനസ്സിലാകാതെ 2 ശിഷ്യന്മാർ യാത്ര ചെയ്യുകയാണ്. അവർ താമസിക്കുന്ന സ്ഥലത്തോട് അടുത്തതായിട്ടുള്ള അവസരത്തിൽ അവിടെ നേരം സന്ധ്യയായി. ക്രിസ്തു മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഭാവം കാണിച്ചു. ഈ ശിഷ്യന്മാർ 2 പേര് അവരെ വിളിച്ചു. ഞങ്ങളോട് കൂടെ പാർക്കുക എന്ന് പറഞ്ഞു പാർപ്പാനായിട്ട് അവൻ ചെന്നു. അവിടെ ചെന്ന് യാത്രയിൽ ഭക്ഷണത്തിനിരിക്കുന്നതായിട്ടുള്ള സമയത്ത് അവൻ അപ്പമെടുത്ത് അവർക്ക് നുറുക്കി വാഴ്ത്തി കർത്താവ് അവർക്ക് നൽകി. ആ സമയത്താണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, ലൂക്കോസ് സുവിശേഷകനോട് പറയുന്നത്, ആ സമയത്ത് അവരുടെ കണ്ണുകൾ തുറന്നു എന്നുള്ളത്. ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഏത് ഉടമ്പടിയുടെ അവസാനത്തിലും ഒരു ഭക്ഷണത്തിലാണ് അവര് പിരിയുന്നത്. നമുക്കറിയാം, ഈ ജലപ്രളയമൊക്കെ വന്നു കഴിഞ്ഞതായിട്ടുള്ള അവസരത്തിൽ തിരിച്ച് കരയിൽ വന്നു. 8 പേര് രക്ഷപ്പെട്ടു. കർത്താവ് ആ ഒരു യാഗത്തിൽ പ്രസാദിച്ച് അവിടുന്ന് പോയതായിട്ട് നാം മനസ്സിലാക്കുന്നു. അബ്രഹാം തന്റെ അടുത്ത് വന്നതായിട്ടുള്ള അബ്രഹാമിന്റെ അടുത്ത് വന്നതായിട്ടുള്ള ദൂതന്മാര് ഭക്ഷിച്ച് പാനം ചെയ്താണ് തിരിച്ചു പോയത്. അതുപോലെ തന്നെ സീനായിയുടെ പർവ്വതത്തിൽ ഈ ജനത്തിന്, ഇസ്രായേൽ ജനത്തിന് മോശ മുഖാന്തരം അവന് കൽപ്പലകൾ കൊടുത്തതായിട്ടുള്ള അവസരത്തിൽ അതിന് താഴെ വന്ന് വേദപുസ്തകം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഭക്ഷിച്ച് ആരാധിച്ചു എന്ന് നാം വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. അതുകൊണ്ട് ഈ എപ്പോഴും കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിൽ പഴയ നിയമത്തിൽ നാം കൂടി വരുന്നതായിട്ടുള്ള അവസരത്തിലെല്ലാം ഒരു ഭക്ഷിച്ച് ആരാധിച്ചു എന്ന് വേദപുസ്തകം നമ്മെ ഓർപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ പുതിയ നിയമത്തിൽ, നമ്മുടെ ക്രിസ്തീയ ഗോളത്തിൽ എപ്പോഴും മീറ്റിങ്ങിന്റെ കൂടെ ഒരു ഈറ്റിങ്ങുകളുണ്ട്, അല്ലെ? മീറ്റിംഗും കൂടെ ചേരുന്നതാണ് ഇപ്പോഴത്തെ കൂട്ടായ്മകളെല്ലാം. അതുകൊണ്ട് നമ്മളുടെ എല്ലാ ഞായറാഴ്ചയും ഭക്ഷണം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇടവയുടെ ചുമതലക്കാരങ്ങനെ ചെയ്താൽ അത് നഷ്ടമൊന്നുമല്ല, അത് ആളുകൾക്ക് സന്തോഷമാണ്, കൂട്ടായ്മയാണ് എന്നുള്ളത് ഞാൻ ഓർപ്പിക്കണം. എന്താണ് ഈ വിശുദ്ധ കുർബാന, എന്താണ് ഈ വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ എന്നുള്ളത് നമ്മൾ ആദ്യം കണ്ടു. കർത്താവ് ഇവിടെ അവരോട് ഭക്ഷണത്തിലിരുന്നതായിട്ടുള്ള അവസരത്തിൽ പറയുന്നു, അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ളതായ ഒരു ശുശ്രൂഷ അവിടെ നൽകി. അവൻ അപ്പമെടുത്തു, അനുഗ്രഹിച്ചു, നുറുക്കി അവർക്ക് കൊടുത്തു. എന്താണ് ഈ ഭക്ഷണം കഴിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, ഈ അപ്പം കഴിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ, ഈ വീഞ്ഞ് കുടിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കണ്ണ് തുറക്കുവാനായിട്ട് സാധ്യമായത്? 2 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതായിട്ടുള്ള അവസരത്തിൽ ആരുടെയും കണ്ണ് തുറന്നതായിട്ട് അവിടെ പറയുന്നില്ല. 7 അപ്പവും ഏതാനും ചില കുറച്ച് മീനുകളുമായി ചേർന്ന് 4000 പേരെ പോഷിപ്പിച്ചതായിട്ടുള്ള അവസരത്തിൽ കണ്ണ് തുറന്നതായിട്ട് നാം വായിക്കുന്നില്ല. കർത്താവിന് വേറെ ഒരു അത്ഭുതത്തിന്റെ സമയത്തും, കാനാവിലെ കല്യാണത്തിന്റെ സമയത്ത് വെള്ളം വീഞ്ഞാക്കിയതായിട്ടുള്ള അവസരത്തിൽ അവരുടെ കണ്ണ് തുറന്നതായിട്ട് നാം വായിക്കുന്നില്ല. എന്നാൽ കർത്താവിടെ അനുഗ്രഹിച്ച് വാഴ്ത്തി നുറുക്കി നൽകിയതായിട്ടുള്ള ഈ തിരുവത്താഴ ശുശ്രൂഷ, വിശുദ്ധ
കുർബാന അനുഷ്ഠിച്ചതായിട്ടുള്ള അവസരത്തിൽ അവരുടെ കണ്ണ് തുറന്നതായി വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്താണെന്നറിയാമോ? പൊടിക്കപ്പെട്ടതും മുറിക്കപ്പെട്ടതുമായിട്ടുള്ള ശരീരമായിരുന്നു കർത്താവ് അവർക്ക് നൽകിയത്. ക്രിസ്തീയ സഭ മുറിക്കപ്പെട്ടതായിട്ടുള്ള കർത്താവിന്റെ ശരീരം. നമുക്കറിയാം, ഗോതമ്പ് ഈ മാവ് കുഴയ്ക്കുന്നതായിട്ടുള്ള ആളുകൾ, പൊടിപ്പിച്ചിട്ട് മാവ് കുഴയ്ക്കുന്നതായിട്ടുള്ള ആളുകൾ, അതിനകത്ത് ഏതെങ്കിലും ഒരു ഗോതമ്പ് പൊടിയാതെ കിടന്നാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മൾ പരത്തുന്നതായിട്ടുള്ള സമയത്ത് അത് പരന്ന ഒരു ചപ്പാത്തിയായിട്ട് തീരുമോ, അല്ലെങ്കിൽ ഒരു അപ്പമായിട്ട് തീരുമോ? അതോ അതെന്നും കണ്ണിൽ കരടായി, അല്ലെങ്കിൽ ആ മാവിന് കരടായിട്ട് തീരുമോ? എന്നും അത് കരടായി മാവിനോടുകൂടെ ചേരാതെ, അപ്പത്തോടുകൂടെ ചേരാതെ ഗോതമ്പ് മാറി തന്നെ ക്രിസ്തീയ ഗോളത്തിൽ പൊടിക്കപ്പെടാത്തതായിട്ടുള്ള ഗോതമ്പുകളായി അനേക ആയിരം ഗോതമ്പുകൾ ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നത്തെ ക്രിസ്തീയ സഭയുടെ ദോഷം എന്ന് പറയുന്നത്. നാം പൊടിക്കപ്പെടേണ്ടവരാണ്, മുറിക്കപ്പെടേണ്ടവരാണെങ്കിൽ മാത്രമേ കർത്താവിന് നമുക്ക് അത് നൽകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. ഇതൊരു മർമ്മമാണ്. കർത്താവ് നമുക്ക് തന്നതായിട്ടുള്ള ഈ അപ്പവും വീഞ്ഞും ഒരു മർമ്മമാണ്. നമ്മുടെ സഭയുടെ ആരംഭകാലത്ത് സഭ ഇങ്ങോട്ട് മാറി മാർത്തോമാ സഭയിൽ നിന്ന് ഇവാഞ്ചലിക്കൽ സഭയായി മാറി നിൽക്കുവാനായിട്ടുള്ളതായ കാരണങ്ങളിൽ ഒന്ന് തന്നെ വിശുദ്ധ കുർബാനയിലുള്ളതായ വിശ്വാസത്തെ സംബന്ധിച്ചുകൊണ്ടാണ്. പ്രായമുള്ളവരുടെ ഇരിപ്പുണ്ട്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നും കോൺസബ്സ്റ്റാൻസിയേഷൻ എന്നും രണ്ട് പ്രത്യേക ഉപദേശങ്ങളാണ് സഭയിൽ ഉടലെടുത്തത്. മറ്റ് കിഴക്കൻ സഭകളിലൊക്കെ അതുണ്ട്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, വസ്തു ഈ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകൾ കഴിയുന്നതായിട്ടുള്ള അവസരത്തിൽ മാറ്റപ്പെടുന്നു എന്നൊരു ചിന്തയുണ്ടായി. വസ്തു മാറ്റോപദേശവും രണ്ടാമത്തേത് സ്ഥാനമാറ്റോപദേശവും. വസ്തു മാറുന്നു എന്നാണ് കിഴക്കൻ സഭകളിലെ ചില സഭകൾ പഠിപ്പിക്കുന്നത്. തെറ്റാണ്. വേദപുസ്തകത്തിൽ ഇല്ലാത്തതായിട്ടുള്ള ഈ വസ്തു മാറുന്നില്ല. രണ്ടാമത് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ, അതിനകത്ത് അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുന്നു. അതായത് പട്ടക്കാരൻ ഈ ശുശ്രൂഷ നടത്തിയതിനു ശേഷം, അല്ലെങ്കിൽ ഈ വാഴ്ത്തലിന് ശേഷം ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള ഈ അപ്പത്തിന്മേലും ഈ വീഞ്ഞിന്മേലും സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ക്രിസ്തുവിന്റെ സാന്നിധ്യം അപ്പാടെ അതിന്മേൽ ഉണ്ടാകുന്നു എന്ന് പഠിപ്പിച്ചു. അതും നമ്മുടെ സഭ വിശ്വസിക്കുന്നില്ല. വേദപുസ്തകം നമ്മെ അത് പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും മാറുന്നുണ്ടോ? മാറും. എങ്ങനെയാണെന്നറിയാമോ? അയോഗ്യമായി ഈ അപ്പം തന്നെയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവരൊക്കെയും കർത്താവിന്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരായി മാറും. അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാവരും ഓർത്തുകൊള്ളണം, കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നവർക്കും ക്രിസ്തു ഉള്ളിലുണ്ട് എന്ന ചിന്തയുള്ളവരും മാത്രമേ ഈ വിശുദ്ധ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കാം. ഇത് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചതുപോലെ ഇതൊരു മർമ്മമാണ്. ഒരു മാർമികമായിട്ടുള്ള ഒരു മാറ്റം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തു ആകുന്നതായിട്ടുള്ള സഭയുടെ തലവനായിട്ടുള്ള കർത്താവുമായിട്ടുള്ളതായ ബന്ധത്തിലേക്ക് പ്രവേശിക്കും. രണ്ടാമത്, ഇതിനകത്തൊരു ഒരു ഒരു ഭൂതകാലവും ഒരു വർത്തമാനകാലവും ഒരു ഭാവി കാലവുമുണ്ട്. ഇത് പ്രസന്റ്, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ടെൻസിനുള്ളതായ ഒരു ശുശ്രൂഷയോടെയാണ്. ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഇതിനകത്ത് സംബന്ധിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒരു ഭൂതകാലമുണ്ട്. 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാൽവറിയിൽ തകർക്കപ്പെട്ടതായിട്ടുള്ള എനിക്കായി രക്തം ചിന്തിയതായിട്ടുള്ള എന്റെ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്നതായിട്ടുള്ള ഒരു ശുശ്രൂഷ ഇതിനകത്ത് ഭാവി ഭൂതകാലം. എന്നായിരുന്നു ഇതിന്റെ പ്രസന്റ് കാലം എന്താ? ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എന്റെ കൂടെ ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്നവരെല്ലാവരും ഈ ദൈവത്തിന്റെ സഭയ്ക്ക്, വിശ്വാസ സമൂഹത്തിന്റെ ഉള്ളിലുള്ളവരാണെന്നുള്ളതായി ചിന്ത എന്നെ ധരിക്കും. ഇവിടെ ഞാൻ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുമ്പോൾ എന്നോടുകൂടെ ഇതിനു മുമ്പ് സംബന്ധിച്ചവരും, എന്നോടുകൂടെ ഇന്ന് സംബന്ധിക്കുന്നവരും, എന്നോടുകൂടെ നാളെ സംബന്ധിക്കുന്നവരും ഒക്കെ ക്രിസ്തുവിന്റെ രാജ്യത്തിന് അവകാശികളാണ്. ഞങ്ങൾ ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ വീണ്ടും സംബന്ധിക്കുന്നുള്ള ചിന്ത നമ്മെ ഭരിക്കുന്നു. അതാണ് അവരുടെ കണ്ണു തുറന്നതായിട്ടുള്ള അവസരത്തിൽ കണ്ടതായിട്ടുള്ള സംഗതി. അതുകൊണ്ട് ഇതൊരു പ്രത്യാശയുടെ ശുശ്രൂഷയാണ്. എന്താ, ഈ ശുശ്രൂഷയോടെ കൊണ്ട് അവസാനിക്കുന്നില്ല.
കർത്താവ് പറഞ്ഞ എന്താണ്? ഇനിയും വീണ്ടും ഈ മുന്തിരികളുടെ അനുഭവത്തിൽ പുതുതായി കുടിക്കുന്നവരെ ഞാൻ നിങ്ങളോട് കൂടെ കുടിക്കുകയും. പെസഹയും തിരുവത്താഴവും തമ്മിലുള്ളതായ ഒരു അഭേദ്യമായ ബന്ധമുണ്ട്. എന്നാൽ പെസഹ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടി അത് തീരുവാൻ ഇടയാണ്. എന്നാൽ തിരുവത്താഴ ശുശ്രൂഷയോ കർത്താവിന്റെ രണ്ടാം വരവൂരെയും നാം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള സംഗതി എത്രയാണ്. അതുകൊണ്ട് ദൈവവചനം വായിക്കുകയും ദൈവവചനം കേൾക്കുകയും ചെയ്യുന്ന അതേ ഗൗരവത്തോടു കൂടെ തന്നെ ഈ ശുശ്രൂഷകൾ നാം സംബന്ധിക്കണം. ചില സഭകൾ, ചില പുതിയ നിയമസഭകൾ, അപ്പോസ്തോലിക സഭ ഇല്ലാത്തതായിട്ടുള്ള ചില കോൺഗ്രിഗേഷൻ, അതായത് പട്ടത്വ സഭകൾ അല്ലാത്ത ചില സഭകൾ കൂടി വരുമ്പോഴൊക്കെയും ഈ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതായിട്ട് നാം മനസ്സിലാക്കണം. മാസത്തിലൊരിക്കൽ, 6 മാസത്തിലൊരിക്കൽ, വർഷത്തിലൊരിക്കലൊക്കെ ഈ ശുശ്രൂഷ നടക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം അങ്ങനെയല്ല പറയുന്നത്. കൂടി വരുമ്പോഴൊക്കെയും ഈ കർത്താവിന്റെ ഈ ശുശ്രൂഷ അനുഷ്ഠിക്കണം എന്ന്. മൂന്നാമതായി ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഈ കുർബാന, ഈ കർത്താവിന്റെ അത്താഴം നമ്മളോട് സംസാരിക്കുന്നതായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ പ്രസംഗകൻ ആരാണ്? വലിയ ഗ്രഹമാണോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡയറക്ട് പ്രിൻസ് എന്ന് പറയുന്ന വേറൊരു മനുഷ്യനാണോ? ഒത്തിരി പ്രസംഗങ്ങളുടെ പേരുകൾ ഞാൻ ഓർക്കുന്നില്ല. ഭൂമിയിലേക്ക് വലിയ പ്രസംഗകർ ആരാണ്? ഏറ്റവും വലിയ പ്രസംഗകനാണ് തിരുവത്താഴ ശുശ്രൂഷ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന. മൂകമായി, വാചാലമായി ഒക്കെ ഈ തിരുവത്താഴ ശുശ്രൂഷ നമ്മോട് സംസാരിക്കുന്നത്. കാരണം എന്താണ് നമ്മളോട് സംസാരിക്കുന്നത്? കാൽവറി ക്രൂശിലെ ആ ഗോൽഗോഥായിലേക്ക് നോക്കുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു മെസ്സേജ്. 10ാമത്തെ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു, ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല. നാം വായിക്കുന്നത് ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനില്ല, പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു. ഈ ശുശ്രൂഷ നടത്തുന്നതായിട്ടുള്ള അവസരത്തിൽ അല്ലെങ്കിൽ സംബന്ധിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ വലിയൊരു പകലിനെ ഇത് പ്രശ്നിക്കുന്നുണ്ട്. എന്താണ് ആ പകൽ? നീതിസൂര്യനായിട്ടുള്ള കർത്താവ് ഉദിക്കുന്നതായിട്ടുള്ള ഒരു പകൽ. എന്താണ്? രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നുണ്ട്. ഇത് വലിയൊരു അന്ധകാരത്തിന്റെ, നിത്യമായിട്ടുള്ള നരകത്തിന്റെ ഒരു അന്ധകാരത്തിന്റെ രാത്രിയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ആരെങ്കിലും ഇതുമായി ബന്ധപ്പെടാതെ, ഈ ക്രിസ്തുവിനെ കാണാതെ ഇരുന്നാൽ, ഈ ക്രിസ്തുവുമായി കേൾക്കാതെ ഇരുന്നാൽ, ഈ ക്രിസ്തുവിന്റെ ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കാതെ ഇരിക്കുന്നത് കൊണ്ട് നിത്യമായിട്ടുള്ള നരകത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ രാത്രിയെയും ഇത് ഓർപ്പിക്കുന്നു. ഈ ശിഷ്യന്മാർ തമ്മിൽ കർത്താവ് അപ്രത്യക്ഷമായതായിട്ടുള്ള സമയത്ത് പറയുകയാണ്, അവൻ തിരുവെഴുത്തുകളെ നമ്മളോട് സംസാരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലേ? ഇത് വലിയ ഒരു പ്രസംഗമാണ്. ഹൃദയത്തിൽ, മനസ്സിൽ വലിയ വാചാലതയോടുകൂടെ പ്രസംഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഈ വിശുദ്ധ കുർബാന എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള, മനസ്സിലാക്കേണ്ടതായിട്ടുള്ള സത്യമാണ്. ക്രിസ്തു നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ സത്യം, അവൻ ഇമ്മാനുവേലായി കൂടെ ഇരിക്കുന്നതായിട്ടുള്ള വലിയൊരു വാർത്ത, വലിയൊരു പ്രസംഗം. തിബരിയാസ് കടൽക്കരയിലും മറ്റുള്ളതായിട്ടുള്ള സ്ഥലത്തും പെസഹയുടെ സമയത്തുമൊക്കെ താൻ അപ്പം നോക്കുകയും താൻ പാനപാത്രം കൊടുക്കുകയും ചെയ്തതായിട്ടുള്ള അവസരത്തിൽ മാത്രമല്ല ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നത്, അദൃശ്യനായ സമയത്ത് ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നു. കാറ്റും കോളുമേറ്റ് നിയന്ത്രിക്കാൻ വയ്യാത്തതായിട്ടുള്ള കാറ്റിന്റെ അലയിലാൽ രാത്രി 4-ാം യാമത്തിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് കടലിൽ കൂടെ നടന്നതായിട്ടുള്ള അവസരത്തിലും ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തേണ്ടിയിരുന്ന, അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കേണ്ടിയിരുന്നതായിട്ടുള്ള സംഗതി ക്രിസ്തു കൂടെ ഉണ്ട് എന്നുള്ളതാണ്. എമ്മൗസിലേക്കുള്ളതായ യാത്രയിൽ ശിഷ്യന്മാര് തന്നെ കണ്ടത് ഈ അപ്പവും വീഞ്ഞും ഭക്ഷിച്ചതിന് ശേഷം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകളെ ഈ പകൽക്കാലം തുറക്കട്ടെ. തിരുവത്താഴത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാൻ, ഞാനും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവകാശിയാണെന്നും എന്നെ കൂടി അവൻ നേടിയതാണെന്നും ജീവന്റെ അവകാശിയായിട്ട് ഞാനും തീർന്നിട്ടുണ്ടെന്നും നിത്യതയ്ക്ക് എനിക്കും ഒരു വലിയ ബന്ധമുണ്ട് എന്നും ഈ രാവിലെ നാം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ഇതൊരു വലിയ ബാന്ധവമാണ്, വലിയൊരു ബന്ധം, ഒരിക്കലും അറ്റുപോകാത്തതായിട്ടുള്ള ബന്ധം. വിവാഹ ശുശ്രൂഷയിൽ ഇവിടെ മുമ്പിൽ വന്നു നിൽക്കുന്നതായിട്ടുള്ള
മണവാളിനും മണവാട്ടിയും അവരുടെ കരങ്ങൾ ഒന്നിച്ചു ചേർത്ത് പട്ടക്കാരൻ പറഞ്ഞു കൊടുക്കുന്നതായ ചില വാക്കുകളുണ്ട്. നിത്യമായ സ്നേഹത്തിന്റെ ബന്ധം, മരണത്താലല്ലാതെ വേർപിരിയാത്തതായിട്ടുള്ള ബന്ധം. ഇത് മരണത്താലും വേർപിരിയാത്ത, അല്ലെങ്കിൽ മരിച്ചാലും വേർപിരിയാത്തതായിട്ടുള്ള ബന്ധമാണ് ഈ ബാന്ധവം, ക്രിസ്തുവുമായിട്ടുള്ള ഈ ബന്ധം. അതാണ് വിശുദ്ധ കുർബാന, അതാണ് വിശുദ്ധ ആരാധന. ഈ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുന്നതായിട്ടുള്ള സമയത്ത് കർത്താവിനെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിൻ്റെയും ഭാഗമാണ്. അവനെപ്പോഴും എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ചിന്തയാണ് നമുക്ക് ആ സമയത്ത് നമ്മെ ഭരിക്കേണ്ടത്. ഒരു ചെറിയ കഥയോടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരിക്കലും ഈ ആഫ്രിക്കൻ രാജ്യത്തിൽ അമേരിക്കയിൽ ജനിച്ചതായിട്ടുള്ള ആഫ്രിക്കക്കാരെ കണ്ടാൽ അവര്, പ്രത്യേകിച്ച് സ്ത്രീകൾ, വലിയ ആചാരബാഹുക്കളാണ് പുരുഷന്മാരെക്കാൾ. ഒരു മനുഷ്യൻ എപ്പോഴും മദ്യപിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ, അയാള് മദ്യപിച്ചിട്ട് എന്നും വന്ന് വീട്ടിൽ വന്ന് ഈ സ്ത്രീയെ എടുത്തിട്ട് തല്ലി. അപ്പൊ അവര് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ എങ്ങനെയാവോ അവര് കർത്താവിനെ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടതായിട്ടുള്ള അനുഭവത്തിലേക്ക്. അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇടിക്ക് കുറവൊന്നുമില്ല, എന്നും ഇടി കിട്ടും. ഈ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഓരോ തള്ളു കൊടുക്കുമായിരുന്നു, അയാൾ താഴെ വീഴും. പക്ഷെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അവര് ഇടിയെല്ലാം സഹിച്ചു. 12 വർഷം ഈ ഇടി സഹിച്ച് ആ സ്ത്രീ ആ വീട്ടിൽ തന്നെ കഴിഞ്ഞു. എന്നും രാവിലെ പള്ളിയിൽ പോകും. ഇയാൾ പോകത്തില്ല, ഇയാൾ നേരെ മദ്യശാലയിലേക്ക് പോകും. അവിടെ നിന്ന് വെള്ളം അടിച്ചിട്ട് വീട്ടിൽ വരും. ഈ സ്ത്രീ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കിന് അയാൾ ഇങ്ങനെ ഇടിക്കാനായിട്ട് തയ്യാറായി നിൽക്കും, ഇടി കൊള്ളാനായിട്ട് അവരും. ഏതെങ്കിലും ദിവസം ഇടിക്ക് താമസിച്ചാൽ അവർ പറയും, മനുഷ്യർക്ക് വേറെ ജോലിയുണ്ട്, ഇടിക്കുന്നെങ്കിൽ ഇടിക്കണം, എനിക്ക് ജോലിയുണ്ടെന്ന് പറഞ്ഞ് അവര് ഇടി കൊള്ളാനായിട്ട് നിൽക്കും. ഒരു ദിവസം ഈ മനുഷ്യൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ സ്ത്രീയുടെ കൂടെ പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്നപ്പോൾ അന്ന് കുർബാനയുണ്ട്, പ്രസംഗമൊക്കെ കഴിഞ്ഞ് കുർബാനയുള്ള ദിവസം. അപ്പൊ പട്ടക്കാരൻ ഇങ്ങനെ കുർബാനയുടെ സമയത്ത് വന്ന തൊട്ടുകുത്തിയതായിട്ടുള്ള ആളുകൾക്കെല്ലാം ഈ സ്പൂണില് ഇങ്ങനെ കുർബാന കൊടുത്തു. അപ്പൊ ഈ മനുഷ്യൻ ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ഈ കുർബാന കൊടുക്കുന്നത്. അതൊക്കെ നല്ല രസമുണ്ടല്ലോ. പുള്ളി ഇങ്ങനെ ഓർത്ത് വീട്ടിൽ ചെല്ലുമ്പോ ഈ വൈഫിനോട് ഈ സംശയമൊക്കെ ചോദിക്കണം. അവിടെ ചെന്നപ്പോൾ ഈ സ്ത്രീയോട് ഇടിക്കുന്നതിന് അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതെങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചു. അവര് ചോദിച്ചു, എന്തോ കാര്യം? അല്ല, ഞാൻ മദ്യഷാപ്പിൽ പോയി 2 മുഴുവൻ കുപ്പി കുടിച്ചാലും എനിക്ക് തികയത്തില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഈ ഓരോ സ്പൂണും തികയും? അവർ പറഞ്ഞതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ആ 1 സ്പൂൺ മതി എന്റെ ഹൃദയം മുഴുവൻ അറിയാൻ. ഇതാണ് വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷ. കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിന്റെ തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നത് വലിയ നിറമാണ്. ക്രിസ്തു ഹൃദയത്തിലുള്ളവർക്ക് എപ്പോഴും മനസ്സ് മുഴുവൻ നിറഞ്ഞതാണ്. ശരീരം ചിലപ്പോൾ ബലഹീനമായിരിക്കും, അസുഖങ്ങൾ കാണും, ഭാരങ്ങൾ കാണും, ജീവിതം മുഴുവൻ പ്രശ്നങ്ങളായിരിക്കും, മനോവേദന ഒഴിഞ്ഞിട്ടുള്ളതായ ദിവസങ്ങൾ കാണത്തില്ല. പക്ഷേ ക്രിസ്തു ജീവിതത്തിലുള്ളവർക്ക് നിറവാണ്. നാം വായിച്ചതായിട്ടുള്ള ഭാഗത്തേക്ക് തിരിച്ചു വീണ്ടും പോകാം. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്തു, അനുഗ്രഹിച്ചു മുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവർ അവനെ ആഞ്ഞു. ഈ രാവിലെ ഈ ശുശ്രൂഷ മധ്യേ നമ്മുടെ കണ്ണുകൾ തുറക്കട്ടെ. ഇന്നത്തെ അപ്പം ഭക്ഷിക്കുന്നതിൽ കൂടെ, ഇന്നത്തെ വീഞ്ഞ് ഭക്ഷിക്കുന്നതിൽ കൂടെ നൂർക്കപ്പെടുന്ന ഈ അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെതായിട്ടുള്ള ഒരു നൂർക്കമായി. ഹൃദയത്തിൽ കർത്താവിനെ സ്വീകരിക്കാത്തവരാരും ഈ ശുശ്രൂഷയിലും ഇന്നത്തെ ആരാധനയിൽ സംബന്ധിക്കരുതേ എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. നമ്മുടെ ഹൃദയത്തെ കർത്താവിനായിട്ട് നൽകാം. ഒറ്റ വാക്ക്, ഇത് വലിയ സംഗതികളൊന്നും ചെയ്യേണ്ട, വലിയ എസ്സേ ഒന്നും എഴുതണ്ട, 2-3 വർഷത്തെ പഠിത്തമൊന്നും പഠിക്കേണ്ട. കർത്താവിനെ സ്വീകരിക്കും. ഒറ്റ വാക്ക് മതി, കർത്താവെ എന്നെ സ്വീകരിക്കും. ഹൃദയത്തിൽ എന്നെ കർത്താവിനെ സ്വീകരിച്ച് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കണമേ എന്ന് കർത്താവിനോട് പറയുന്നതായിട്ട് അതേ അവസരത്തിൽ തന്നെ കർത്താവ് നമ്മെ സ്വീകരിക്കും. ക്രൂശിലെ കള്ളൻ കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. ആ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്നുള്ളതായ പറഞ്ഞ ആ വാക്കല്ല ഈ കള്ളനെ രൂപാന്തരപ്പെടുന്നത്. എന്താണ് കർത്താവേ എന്നുള്ളതായ ഹൃദയത്തിൽ അവന്റെ കർത്താവും രക്ഷിതാവുമായി അവൻ സ്വീകരിച്ചതിന്റെ അനന്തരഫലമായിരുന്നു ഇന്ന്
നീ എന്നോടുകൂടെ പറഞ്ഞു സ്വീകരിക്കുന്നതായി വിശുദ്ധ ഇരുപത്താറ് ശുശ്രൂഷയെ സംബന്ധിപ്പാൻ ഒരുങ്ങി വന്നിരിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവർ ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അയ്യോ ഞാൻ പാപിയാണ്, ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ ബലഹീനനാണ്, എനിക്ക് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാനായിട്ട് പറ്റില്ല എന്നാരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കർത്താവ് സ്നേഹിക്കും. ഒരു വാക്ക് കർത്താവെ എന്നോട് എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈ മഹത്വമേറിയതായിട്ടുള്ള ശുശ്രൂഷയെ നമുക്ക് സംബന്ധിക്കുകയും നമ്മുടെ കണ്ണുകളെ തുറക്കപ്പെടുകയും ചെയ്യാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം.